ബഹുമാനപ്പെട്ട ഈ സെഷനിലെ സംസാരിച്ചിട്ടുള്ള ശശിധരൻ ക്ലാറി, ഭരതൻ സാർ, അതുപോലെ തന്നെ KC അബ്ദുള്ള സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ ഈ 3 സംസാരക്കിടയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മോഡറായിട്ടുള്ള ഇവർ തന്നെയാണ് പറഞ്ഞത്. താനൂരിൻ്റെ ചരിത്രം താനൂർക്കാർക്ക് ഓടിക്കൊടുക്കുന്നതിനായി, താനൂർക്കാർക്ക് അറിയിച്ചു കൊടുക്കുന്നതിനായി മറ്റു ഭാഗങ്ങളിൽ നിന്നും വരേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം. ഞാനിത് നേരത്തെ ഒരാഴ്ച മുമ്പ് എനിക്കിതുമായി ബന്ധപ്പെട്ട് ഒരു പഴയ കേസ് ബംഗ്ലാവ് എന്ന് പറയുന്ന തറവാട്ടിലെ ഒക്കെ എന്നുള്ള സമയത്ത് ഞാൻ പറയുകയുണ്ടായി. ഈ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളാണ്. ചിലപ്പോൾ 1, 2, 3 താനൂർക്കാരുണ്ടായെങ്കിലായി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവരാണ് താനൂരിൻ്റെ ചരിത്രം ഒരുക്കൂട്ടി താനൂർക്കാർക്ക് ഒരുക്കി കൊടുക്കുന്നതിനായി ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ സൂചിപ്പിച്ച പ്രാദേശിക ചരിത്രം. നമ്മൾ ആരാണ്, നമ്മളുടെ സംഭാവന എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പൂർവികരുടെ സംഭാവന എന്തായിരുന്നു എന്ന് എനിക്ക് പോലും അറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ എൻ്റെ ഉപ്പയുടെ ഉപ്പ താനൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി താനൂരിൻ്റെ പ്രാദേശിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിരിക്കാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ പോയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പഠനം നിർബന്ധമായും താനൂരിലെ സ്കൂളുകളിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട്, എനിക്കറിയാം, ഞാൻ ഏകദേശം തിരൂർ കോളേജിലെയും പാലക്കാട് വിക്ടോറിയ കോളേജിലെയും അതോടൊപ്പം തന്നെ താനൂർ ഗവൺമെൻറ് കോളേജിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി വർക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ KC അബ്ദുള്ള നിരന്തരം ഞാനുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളിൽ ഇതിൻ്റെ താല്പര്യം ഉണ്ടാക്കണം. നമ്മുടെ ഓരോ ഘട്ടത്തിൽ പഠിക്കുന്ന, അത് വെറും ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളെ മാത്രമല്ല. സാധാരണ പറയാറുണ്ട്, മാത്സ് ബുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും, അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ മാത്സ് പഠിക്കാൻ തുടങ്ങിയാൽ മതി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരവസ്ഥ. ചിലപ്പോൾ ചരിത്രം അത്ര വലിയ രുചികരമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ രുചികരമായി കഴിഞ്ഞാലോ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒന്നായി തീരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് അബ്ദുള്ള സാറ് പറയുന്നത് പോലെ നമ്മുടെ അടുത്തുള്ള കോളേജുകളിലും അടുത്തുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ തന്നെ കുട്ടികളെ വളരെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു അവസരം, അവർക്ക് താല്പര്യം അവരിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇനി നമ്മുടെ ചരിത്രത്തിന് നമുക്ക് പുറത്തേക്ക് പോവേണ്ടി വരില്ല. അത് മൂർച്ച കൂട്ടുന്നതിന് മാത്രം ഭരതൻ സാറിനെയും അതുപോലെ ശശിധരൻ സാറിനെയും അബ്ദുള്ള സാറിനെയും പോലുള്ള ആളുകളെ നമുക്ക് നിൽക്കേണ്ടി വരുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വലിയ ഒന്നാണ് എൻ്റെ നാട്ടിൽ വന്ന് പഠിക്കുന്ന കുട്ടികളും എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ള പ്രഗത്ഭരായ 3 പേരും നമ്മുടെ ചരിത്രവും നമ്മുടെ പഴയകാല സംഭാവനകളൊക്കെ തന്നെ ഓർത്തെടുത്ത് നമുക്ക് വിളമ്പിത്തരാൻ ഈ അവസരത്തിൽ സാധിച്ചതിന് ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ഞാൻ എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും കൂടി ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്.